ഞാൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാന്നറിയോ? ആരെങ്കിലും കണ്ടോ? അറിയില്ല. ആ ആനി ചേച്ചി തരാനുള്ള കാശ് തന്നു. ഏത് കാശ്? അവർക്ക് വേണ്ടി കുറെ പണിയെടുത്തല്ലേ. ഇപ്പൊ കടയൊക്കെ കേസിലാന്നാ കേട്ടെ. ഇതൊക്കെ കിട്ടുവോ? അത് കിട്ടിയായിരുന്നു. എനിക്കിനി കുറെ നാള് വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാനെങ്കിൽ ഇറങ്ങി പോരുവേ, പിന്നെ അവിടേക്ക് തിരിച്ചു കയറില്ല. എന്റെ സുമി, എടാ കുറച്ചു ദിവസം കൂടി. നിനക്കെന്നെ വിശ്വാസമില്ലേ? ഞാനിപ്പോൾ സ്റ്റേഷനിൽ എത്തിയുള്ളൂ, വിളിക്കാം. സാർ, നമ്മളയച്ച ക്രൈം കാർഡിന്റെ റിപ്ലൈ വന്നിട്ടുണ്ട്. അതേപോലെ മോഷ്ടിക്കുന്ന എമോ കോൺവിക്സിന്റെ ലിസ്റ്റും. സാർ, ഇത് ചുരുട്ട് അബു, പാലക്കാട് അഹല്യ ജ്വല്ലറി മോഷണം. ഇപ്പോഴും ആക്റ്റീവാണ്. തൃശ്ശൂർ ആറാട്ടുപുഴയിൽ താമസിക്കുന്നു. സാർ, ഇത് റെറ്റി, കാസർഗോഡ് ബാങ്ക് മോഷണം. 6 മാസം മുമ്പ് വിയൂർ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചങ്ങരംകുളത്ത് താമസിക്കുന്നു. സാർ, ഇത് സ്റ്റീഫൻ, കണ്ണൂർ ബാങ്ക് മോഷണം. 3-4 വർഷമായിട്ട് കേസൊന്നുമില്ല. കൊല്ലത്ത് കുടുംബമായിട്ട് താമസിക്കുന്നു. ഇപ്പോൾ ആക്റ്റീവ് അല്ല. പിന്നെയുള്ള സാറേ മമ്മട്ടി വാസുദേവൻ. ഇയാൾ ഈ അമ്പലങ്ങളാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. വിഗ്രഹം, ഭണ്ഡാരം, അങ്ങനെയൊക്കെ. മാവേലിക്കര ബാങ്ക് മോഷണത്തിൻ്റെ സമയത്ത് നമ്മുടെ റഡാർ പൊക്കി. ഇപ്പോൾ ഇടത്തുവയിൽ കൃഷിയൊക്കെ ആയിട്ട് കഴിയുന്നു. സാറേ, 4 പേരും ഇപ്പോൾ പുറത്തുണ്ട്. 4 പേർക്കും അലിബീസും ഉണ്ട്. ഒരു സെക്കൻഡ്. ഓക്കെ സാർ. നല്ല തിരക്കിലാണോ പറയും? കുഴപ്പമില്ല, പറ. വിളിച്ചാലും പറ. ഓ, ഞാൻ കണ്ടോളാം. ശരി. ഇവരെ മാത്രമായിട്ട് ഒതുക്കണ്ട, പുതിയ ആളുകൾ ഇറങ്ങിയിട്ടുണ്ടാവും. സംശയാസ്പദമായിട്ട് ആരാ കണ്ടു കഴിഞ്ഞാലും ചെക്ക് ചെയ്യണം. സാർ, ആ 2 പെൺകുട്ടികൾ ആനി, ശില്പ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തു. അവർ 2 പേരും കുറച്ച് നാളൊരു ഷെൽട്ടർ ഹോമിൽ ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നീട് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോയി. അതിനുശേഷം കുറച്ച് നാളൊരു ബ്യൂട്ടി പാർലറിൽ ജോലിയും ചെയ്തിട്ടുണ്ട്. ഷെൽട്ടർ ഹോം തൊട്ട് ഇവിടം വരെ നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. ഈ CCTV ചെക്ക് ചെയ്യുന്ന കാര്യം എന്തായി? അത് നോക്കുന്നുണ്ട് സാർ. പിന്നെ ആ കവലയിൽ ക്യാമറകൾ കുറവാണ്. ആ കവലയിൽ മാത്രം ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ CCTV ക്യാമറ ചെക്ക് ചെയ്യണം. ഇത്രയും വലിയ ലൂട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ ഭാഗത്തൂടെ പോയ എല്ലാ വണ്ടികളും ലിസ്റ്റ് ചെയ്യും. അത് നമ്മൾ നോക്കുന്നുണ്ട് സാർ. ഇപ്പോൾ കൺട്രോൾ റൂമിൽ നിന്നുള്ള റിപ്ലൈക്ക് വെയിറ്റ് ചെയ്യാം. സ്പീഡാക്കട്ടോ, സ്പീഡാക്ക്. ഷുവർ സാർ. കറിയും എടുത്തടി. അളിയോ അളിയോ വാ അളി. എന്തുവാ കറി? അളിയോ, അളിയനെന്തോ കാര്യമായി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അതേക്കുറിച്ച് ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട. സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം. ഓ, എന്നാ മീൻകറിയാ എൻ്റെ ചേച്ചിയെ. പിന്നെ അതെ, ഇനിയിപ്പോൾ ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്താൽ നമുക്കെല്ലാം രക്ഷപ്പെടാം. അപ്പാപ്പനടുത്ത് ഗോൾഡ് സേഫ് ആണല്ലോ അല്ലേ? നീ പിന്നെയും പിന്നെ അത് പറയല്ലേ. എൻ്റെ അപ്പയ്ക്ക് വേണ്ടി ജയിലിൽ പോയ ആളാ. ഈ മാവിന് നാളത്തേക്ക് വെക്കണോ? വേണ്ട. അവർ 2 പേരും കൂടെ പ്ലാൻ ചെയ്ത വർക്കാ. അവസാന നിമിഷം അത് പൊളിഞ്ഞു. അന്നെങ്ങാനും അപ്പയെ പിടിച്ചിരുന്നെങ്കിലേ എൻ്റെ ലൈഫ് വേറെ ആനെ. അപ്പാപ്പയൊന്ന് കുറ്റേറ്റത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഇത്രയൊക്കെ ഗോൾഡ് കാണുമ്പോ ഇനി അതിനെക്കുറിച്ച് പറയണ്ട. അപ്പാപ്പ പറ്റിക്കില്ല. സാർ, ഇതാണ് സ്പോട്ട്.
സാറേ എമ്മോ സിമിലർ ആയിരുന്നു. വെളുപ്പാങ്കാലത്താണ് സംഭവം നടന്നത്. ഈ ഭിത്തി വരുന്നതാണ് അത് കയറാൻ ശ്രമിച്ചത്. സംഭവം നടന്നിട്ടൊരു 2-3 ആഴ്ചയായി. എന്നിട്ട് ആളെ കിട്ടിയോ സാറേ? ആളെ കിട്ടിയില്ല. സാറേ ഇവിടുത്തെ CCTV അയാളെ നശിപ്പിച്ചു. ഇത് പിന്നെ ഫിക്സ് ചെയ്തതാ. അതിന്റെ വേറെ ഫുട്ടേജ് ഒന്നുമില്ല. അയാൾ തന്നെയാണോ CCTV നശിപ്പിച്ചത്? സാർ അവിടെ ഏറ്റുമാനൊരു മുഖ്യ കേസ് എമ്മോ ഒക്കെ സിമിലറാണ്. നമ്മുടെ ബാങ്ക് മോഷണത്തിന് 2 ആഴ്ച മുമ്പ് സൺഡേ. അപ്പോൾ അവിടുത്തെ CCTV ഫുട്ടേജ് ഉണ്ടാവില്ലേ? CCTV ഫുട്ടേജൊന്നും ഇല്ല സാറേ, എല്ലാം നശിപ്പിച്ചു. വിക്ടർ എനിക്ക് ആ ഏരിയയിലെ മാത്രമല്ല ആ ടൗണിലെ മുഴുവൻ CCTV ഫുട്ടേജ് വേണം. അത് പെട്ടെന്ന് വേണം. എടുക്കാം സാറേ, അതിനുള്ള പരിപാടി ചെയ്യാം. ഈ ടൗണിലെ മുഴുവൻ CCTV ഫുട്ടേജും നമുക്ക് എടുപ്പിക്കണം. യെസ്, എടുക്കാം സാർ. അയാൾ ഇതുവഴിയാണ് ഓടിയത്. ഇവിടുത്തെ സെക്യൂരിറ്റി പുറകെ പോയി, പക്ഷെ ആൾ രക്ഷപ്പെട്ടു. നേരെ വെളുക്കുന്ന വരെ പോയ വണ്ടികളിൽ 2 ലോറി പാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാറുകളും, പിന്നെ എന്നും പതിവ് പോലെ പോകുന്ന കുറച്ച് ഓട്ടോകൾ പോയി. ആ പെട്ടിയോട്ട് വന്ന് കൺസീവ് ചെയ്തു. ഓക്കെ, കുറച്ചും കൂടെ നെക്സ്റ്റ് ഡേ ഈ സെയിം ടൈം ഒന്ന് കിട്ടുമെന്ന് നോക്കി. നോക്കാം. പറഞ്ഞേ. ആ സാറേ. അല്ല, എവിടേക്കാണ്? ഈ വണ്ടി എടുക്കാം. എവിടേക്കാ സാറേ? ഞാൻ ചുമ്മാ കയറിയതാ. ഈ വെളുപ്പാങ്കാലത്ത് തന്നെ ഒരു ഓട്ടം. എന്നും ഓട്ടം ഉണ്ട് സാറേ. രാവിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പത്രം കിട്ടും, പിന്നെ അപ്പുറത്തെ ഡയറിയിൽ നിന്ന് പാൽ. കഴിഞ്ഞൊരു വർഷമായിട്ട് ഇപ്പോൾ ഇതാ. കവലയിൽ ഏറ്റവും കൂടുതൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഓടുന്നത്? അങ്ങനെ ഇന്ന കടയൊന്നും ഇല്ല സാറേ. പിന്നെ മറ്റേ പാർലറിൽ പണി നടക്കുന്നുണ്ട്, കുറച്ച് നാളായിട്ട് അങ്ങോട്ടാ ഓട്ടം. ആ പണി എങ്ങനെയാണ് നിനക്ക് റെഡി ആയത്? അത് നമ്മുടെ മേസ്ത്രി ഇല്ലേ, അയാൾ വഴി. പറ്റോ സാർ? ഏറ്റുമാനൂർ ടൗൺ മുഴുവൻ കോമ്പ് ചെയ്യണം. ശരി സാർ. ഈ മോഷണം നടന്നതിൻ്റെ 2 ആഴ്ച മുമ്പത്തെ ഞായറാഴ്ച ഏറ്റുമാനൂർ എന്തൊക്കെ നടന്നു എന്നുള്ളത് എനിക്ക് ഫുൾ ഡീറ്റെയിൽസ്. യെസ് സാർ, എടുക്കാം. സാർ, ഇതാ മുഖ്യ കേസല്ലേ, അന്നത്തെ ഫുട്ടേജ്. ഇതുവഴിയൊക്കെ അവൻ ഓടിയത്. പോസ്റ്റ് ചെയ്ത് ഒന്ന് റിമൈൻഡ് ചെയ്തിട്ട് പ്ലീസ്. സ്റ്റീഫനല്ലേ? ആ സാർ, ചെക്ക് ചെയ്യും. ആ സ്റ്റീഫിൻ്റെ ഫയൽ നടത്തെ. ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാം. എടുക്കാം. ഇത് സ്റ്റീഫൻ തന്നെയാണ്. 3 വർഷം മുമ്പ് ഫീൽഡ് വിട്ടു എന്ന് പറഞ്ഞ ആള് ഇത്രയും വലിയ മോഷണം നടന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് ഒരു 8 കിലോമീറ്റർ ചുറ്റളവിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു എന്നുള്ള എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം. യെസ് സാർ, എടുക്കാം. അവനെ പൊക്കാനുള്ള പരിപാടി ചെയ്യാൻ സാറേ.